2025-26 ഓൾ ഏജ് ഗ്രൂപ്പ് എയറോബിക് ജിംനാസ്റ്റിക് ദേശീയ ചാമ്പ്യൻഷിപ്പ് കൊച്ചിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൈന നെഹ്വാൾ കോർട്ടിൽ സെപ്റ്റംബർ 8 മുതൽ 10 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. ഇന്നിവിടെ ഈ ഒരു പ്രസ് മീറ്റിൻ്റെ വിളിക്കാനുണ്ടായ കാരണം കേരള ജിംനാസ്റ്റിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന 8, 9, 10 തീയതികളിൽ ഒരു ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ്, നാഷണൽ ചാമ്പ്യൻഷിപ്പ് കൊച്ചി കടവന്ത്ര സ്റ്റേഡിയത്തിൽ വെച്ച് വളരെ വിപുലമായ പരിപാടികളോടുകൂടി കേരള സ്പോർട്സ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MLA ശ്രീജൻ, കൊച്ചി മേയർ തുടങ്ങിയ എല്ലാവരും ആ യോഗത്തിൽ, ആ ഉദ്ഘാടന ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ജിംനാസ്റ്റിക് പൊതുവെ വളർന്നു വരുന്ന ഒരു കായിക ഇനമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ നാഷണലിലെല്ലാം ജിംനാസ്റ്റിക്സിൻ്റെ സാന്നിധ്യം കേരളം അറിയിച്ച ഒരു 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 ഘടകം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ജിംനാസ്റ്റിക് അസോസിയേഷൻ കേരളത്തിൽ കൂടുതൽ ഒരു ഉയർന്ന നിലയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമായിട്ട്. അതായത് കേരള ചരിത്രത്തിലെ ജിംനാസ്റ്റിക് ചരിത്രത്തിൻ്റെ ആദ്യമായി കൊച്ചിയിൽ ഒരു നാഷണൽ ഈവൻ്റ് ഓർഗനൈസ് ചെയ്യുന്നു. അപ്പോൾ കൊച്ചി പോലുള്ള കേരളത്തിൻ്റെ ഇത്രയും വലിയ ഒരു പട്ടണത്തിൽ ഇതുവരെ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു കുറവ് നികത്തുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ജിംനാസ്റ്റിക്സിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽ എയറോബിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഇനം, ഇത് വളരെ ആളുകൾക്ക് എൻജോയ് ചെയ്യാവുന്നതും വളരെ ഭംഗിയായിട്ട് കുട്ടികൾ അവതരിപ്പിക്കുന്നതുമായ ഒരു ഈവൻ്റാണ്. വളരെ കളർഫുള്ളായ ഒരു ഈവൻ്റാണ്. അപ്പോൾ അത് പൊതുവെ ജനമധ്യത്തിൽ എത്തിച്ച് അത് വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിൽ ഒരു ഭാഗവാക്കാവാനുള്ള അവസരം കൊടുത്താൽ ഇതൊക്കെ നാളെ ഭാവിയിലേക്ക് ഇതിവിടെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നൊരു ഗെയിം നമ്മുടെ എറണാകുളത്ത് ആർക്കും അധികം പരിചയമുള്ളൊരു ഗെയിം ആവില്ല. കാരണം നമ്മുടെ എറണാകുളത്ത് ജിംനാസ്റ്റിക്സിൻ്റെ ഒരു വളർച്ച തുടങ്ങിയിട്ട് ഒരു 3 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എറണാകുളം ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള മെയിൻ പട്ടണം, സാറ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഗ്രോത്ത് ഫീൽ ചെയ്യേണ്ട നമ്മുടെ സ്പോർട്സിൽ തന്നെ അത്ലറ്റിക്സിലൊക്കെ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനെ ഇൻ്റർനാഷണൽ തലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു എറണാകുളത്ത് ജിംനാസ്റ്റിക്സ് പോലത്തെ മദർ ഓഫ് സ്പോർട്സ് എന്നറിയപ്പെടുന്ന ജിംനാസ്റ്റിക്സ് എല്ലാ സ്പോർട്സിൻ്റെയും ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ മറ്റു രാജ്യങ്ങളിൽ ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന ഗെയിമിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പ് തന്നെ ജിംനാസ്റ്റിക്സിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് അതെല്ലാവർക്കും ഓപ്പൺ സ്പേസാണ്, എല്ലാവർക്കും അവിടെ വന്ന് കാണാം. കാരണം ഈ ക്രിക്കറ്റോ ഫുട്ബോളിനോ നിങ്ങളുടെ മീഡിയാസ് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഒരു ഇൻഡോർ ഗെയിം ആയതുകൊണ്ട് ജിംനാസ്റ്റിക്സിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓപ്പണായിട്ട് കാണാൻ പറ്റുന്ന ഒളിമ്പിക്സിൽ ലെവലിലുള്ള ഒരു ഫെസിലിറ്റീസോട് കൂടി നമ്മുടെ കടവന്ത്ര സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മൾ എയറോബിക്സിൻ്റെ ഒരൊറ്റ ഈവൻറ്റ് നടത്തുകയാണ്. ആ എയറോബിക്സിൻ്റെ ഈവൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കഴിഞ്ഞ ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസിൽ കേരളത്തിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഉത്തരാഖണ്ഡ് വെച്ച് നടന്ന നാഷണൽ ഗെയിംസിൽ കേരളം വളരെ പിന്നോട്ട് പോയി. 2015 കേരളം നാഷണൽ ഗെയിംസിൽ 1ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ 17ാം സ്ഥാനത്തായി. പക്ഷേ ഈ ജിംനാസ്റ്റിക്സിൻ്റെ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ 5 മെഡലുകളാണ് കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ ജിംനാസ്റ്റിക്സിൽ നിന്ന് മാത്രം നമുക്ക് ഈ നാഷണൽ ഗെയിംസിൻ്റെ പട്ടികയിൽ മെഡൽ ടാലിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അതിൽ ഈ എയറോബിക്സ് എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് മാത്രമാണ് കേരളത്തിലെ ജിംനാസ്റ്റുകൾക്ക് സെലക്ഷൻ കിട്ടാതെ പോയ ഈവൻറ്റ്. ആ ഒരു ഈവൻറ്റിനെയും കൂടി ഡെവലപ്പാക്കി അടുത്ത 2017 ഫെബ്രുവരിയിൽ നമ്മുടെ മേഘാലയയിൽ നടക്കാൻ പോകുന്ന നാഷണൽ ഗെയിംസിൽ കേരളത്തിൻ്റെ ഒരു ശക്തമായ കായിക ഇനം ആയി നമ്പർ 1 കായിക ഇനമായിട്ട് ഒരു 10 മെഡലുകൾ ജിംനാസ്റ്റിക്സിലൂടെ കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഇവിടെ കൊണ്ടുവന്നത്. കാരണം ഇതിൽ നിന്നാണ് കുട്ടികൾ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്കും ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പിലേക്കും സെലക്ട് ആകാൻ പോകുന്നത്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ 23 കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത്.
അതിൽ 9 ബോയ്സും 13 പെൺകുട്ടികളും ഉണ്ട്. അതിൽ നമ്മുടെ ജിംനാസ്റ്റിക്സിൻ്റെ കോച്ചസായിട്ട് 3 പേരുണ്ട്. ടോട്ടൽ നമ്മുടെ കേരള ടീം എന്ന് പറയുന്നത് 26 പേരടങ്ങുന്ന കേരള ടീമാണ് നമ്മുടെ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത് വളരെ വലിയ മെഡലിൻ്റെ നേട്ടമല്ല. നമ്മുടെ ഈ കേരള ടീമിലെ കുട്ടികൾ ഇന്ത്യൻ ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യാൻ തന്നെ നമുക്കിതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ആ ഒരു രീതിയിൽ നമ്മുടെ നെക്സ്റ്റ് ഇയറിൽ ഒരു വലിയൊരു പ്ലാനായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്.